ഹലോ, ഐസ്ക്രീം കടയിൽ തന്നെ വന്നിരിക്കുന്നത്. കുൽഫി മേടിക്കാണ്ട് ഇറങ്ങിയതാണ്. പക്ഷേ കുൽഫി കിട്ടിയില്ല. പക്ഷെ വേറെ ഒന്ന് ഞാൻ കണ്ട്. ഗണ്ണ് പോലെ ഇരിക്കുന്നടാ. കവള് ബണ്ണ് പോലെ ഇരിക്കും. നോക്കിയപ്പോഴേ എൻ്റെ പോലെ. പക്ഷേ കുൽഫി മേടിക്കാണ്ട് ഇറങ്ങിയതാണ്. പക്ഷേ കുൽഫി കിട്ടിയില്ലടാ, ഞാൻ പറഞ്ഞല്ലേ. പക്ഷെ അവളെ മൂക്ക് കുൽഫിനെ പോലെ ഉണ്ട്. പെണ്ണ് വേറെ ലെവലാണ് കേട്ടോ. മൊത്തത്തിൽ പെണ്ണ് വേറെ ലെവലാണ് കേട്ടോ. കുൽഫിനെ പോലെ ഉണ്ട്. കേട്ടില്ലേ എന്താ? ഓ, കുൽഫി ഐസ്ക്രീം മേടിക്കാൻ ഇറങ്ങിയത്. കേട്ടിട്ടില്ലേ കുൽഫി? അതാ ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ അവിടെ നോക്കിയപ്പോഴേ കുൽഫി ആണെങ്കിൽ ഐസ്ക്രീം പോലെ ഇരിക്കും. അതിങ്ങോട്ടോ. എന്താ പേരെന്താണ്? ജസ്ന. ആറ്റിൻ്റെ റസ്ന ജസ്ന അല്ലേ? ജസ്ന. ഓക്കെ. അപ്പോൾ അങ്ങനെ ബ്രാൻഡിൽ ഐസ്ക്രീം ഉണ്ടോ? ഇപ്പോഴാണ് ഇല്ലേ? ആദ്യത്തെ ബ്രാൻഡിൻ്റെ പേര് കേൾക്കുന്നു. അങ്ങനെ ആദ്യത്താണ് ഈ ബ്രാൻഡിൻ്റെ പേര് കേൾക്കുന്നു. അല്ലേ? അതെ, അങ്ങനെ ഉണ്ടോ ഐസ്ക്രീം? ഇല്ലേ? കിട്ടുമോ? ഇല്ലേ? ശരി. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിറങ്ങിയതേ കുൽഫി ഐസ്ക്രീം മേടിക്കൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ കൊണ്ടുപോലെ വന്നത്. സ്ഥലം എവിടാ? വൈക്കം. കോട്ടയത്താണോ? കോട്ടയോ? ഞാൻ അവിടെ വരാറുണ്ട് ഐസ്ക്രീം കുടിക്കുക. പക്ഷേ ഈ ഐസ്ക്രീം വരെ കിട്ടിയില്ല. ട്രിവാൻഡ്രത്ത് ഇപ്പോഴാണ് കേട്ടോ ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഐസ്ക്രീം കുടിക്കാൻ പോയല്ലേ? ഒറ്റയ്ക്കല്ലാണോ? ഫ്രണ്ട് ഉണ്ടോ? ഫ്രണ്ട് വന്നില്ലല്ലോ ഇതുവരെ. വരും. ഇപ്പോൾ എത്ര സമയം എടുക്കും? കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുവരെ നമുക്കൊരു ഐസ്ക്രീം കുടിക്കാൻ പോയല്ലേ? കോട്ടയംകാരിയല്ലേ? ജസ്റ്റ് ഒരു കമ്പനി തരാമെന്ന് വിചാരിച്ച് അതാ ഇങ്ങോട്ട് വന്നു. അപ്പോൾ റെഡിയാണ് ഒരു ഐസ്ക്രീം കുടിക്കാൻ. ഐസ്ക്രീം കുടിച്ചിട്ട് സംസാരിക്കാം. ഫ്രണ്ട് വരുന്നവരെ. കുൽഫീൻ്റെ കൂടെ കുൽഫി ഐസ് കുടിക്കുന്ന ആദ്യമായിട്ടായിരിക്കും. ഓക്കെ ആണോ? കുടിക്കാൻ പോകും. ജസ്റ്റ് ഒരു ഐസ്ക്രീം കുടിക്കാൻ ഫ്രണ്ട് വരുമ്പോൾ പോവും. വേണ്ടേ? ശേ, എന്നാൽ സങ്കടപ്പെടുത്തല്ലേ നീ. ഹലോ, രണ്ട് പിള്ളേരിക്കാൻ അവരുടെ അടുത്ത് ചോദിച്ചു കേട്ടോ. ഹലോ, ഇതെവിടെ സ്ഥലം ഏതാണോ? കൊച്ചിയാണോ? ഞാനിപ്പോൾ കൊച്ചിയിലുണ്ടോ കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ കൊള്ളാവുന്ന പിള്ളേരവിടെ ഉണ്ടോ? മുഞ്ചത്തികൾ നിങ്ങൾ ഓക്കെയാണ്. പക്ഷേ ഇല്ല, ഞാൻ വന്ന് വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് മുഞ്ചത്തികളൊന്ന് കാണണം. അപ്പോൾ കൊച്ചിയിൽ ഏത് സ്പോട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതൊന്ന് ചോദിക്കാനുണ്ട്. ഒരു മിനിറ്റ്. ഹലോ, എൻ്റെ ഫ്രണ്ടിൽ 2 മുഞ്ചത്തികളുണ്ട്. അവർ മതിയാവും. അവർ ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ മുഞ്ചത്തികളാണ് നിങ്ങളതിന് പറയാം. അപ്പോൾ അപ്പോൾ ഒരു ഫിലിം എടുക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ വരാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഫിലിം എടുക്കാമായിരുന്നു. എന്താ പറയുക? പേരെന്തിനാണ്? ഷിഫ്നയാ? ഇതിൻ്റെ പേര് നാസിലെ. ഇപ്പോൾ സ്ഥലം അടുത്താണോ? കൊച്ചിയിൽ തന്നെ അല്ലേ? മുഞ്ചത്തിലുണ്ട്. അപ്പോൾ എനിക്ക് ഒരാളെയല്ലേ ഏറ്റെടുക്കാൻ പറ്റൂ. രണ്ടുപേരും എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും? എടുക്കാനാ. അപ്പോൾ ഞാൻ വൈകിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. നാട്ടിൽ പോകാൻ, ട്രിവാൻഡ്രത്ത് പോകാൻ. അപ്പോൾ ഓക്കെ ആണെങ്കിൽ ഞാൻ കൂടെ കൊണ്ടുപോയായിരുന്നു. കൊണ്ടുപോയില്ലേ? ഞാൻ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നാൽ മുഞ്ചത്തികളെ തിരക്കിയാണ് വന്നത്. നിങ്ങളെന്നെ സങ്കടപ്പെടുത്തല്ലോ. അപ്പോൾ എനിക്ക് പോകുമ്പോൾ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ ഉമ്മേൻ്റെ അടുത്ത് കാണിക്കണ്ടേ. എനിക്ക് നല്ലൊരു മുഞ്ചത്തി 2 പിള്ളേർ കിട്ടിയിട്ടുണ്ട്. 2 അല്ല, സോറി. കൊണ്ടുപോകുന്നോ? എൻ്റെ ഉമ്മേനെ അടിക്കൂലേ 2 പേര് കൊണ്ടുപോയാൽ? ഇവിടെ വരും. അപ്പോൾ ടിക്കറ്റ് എടുക്കട്ടോ? ഇപ്പോഴും എടുക്കട്ടെ? 2 ടിക്കറ്റ് എടുക്കട്ടെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സങ്കടമാവത്തില്ല എന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു. എവിടെയാണല്ലോ വരും നിങ്ങൾ? വരുമോ? അപ്പോൾ നാട്ടുകാരെ എന്നെ ഒന്ന് പറയല്ലേ? 2 ഇപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവത്തില്ലേ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് വിഷമാവത്തില്ല? അപ്പോൾ കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് 2 മുഞ്ചത്തികൾ എനിക്ക് ഓക്കെ, എനിക്ക് റെഡിയാണ്. അപ്പോൾ 2 പേരാണ് ഞാൻ നാട്ടിൽ കൊണ്ടുപോകും. നിങ്ങളോട് പൊന്നു പോലെ നിങ്ങളെ നോക്കാം. ഓക്കെ ആണോ? വീട്ടിൽ ഉമ്മ ഉണ്ട്, ഒരു പാവ ഉമ്മ ഉണ്ട്. അപ്പോൾ ശരി, വാ പോകുമ്പോൾ
കൊണ്ടോ? അപ്പോൾ ശരി, കുഴപ്പമില്ല, നമുക്ക് പോവും. ചായയും കുടിച്ചിട്ട് നമുക്ക് പോകും. അപ്പോൾ ഞാൻ 2 ടിക്കറ്റ് എടുക്കുന്നില്ല, ഞാൻ 3 ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകും. 1, 2, 3 ടിക്കറ്റ്. 3 നമുക്ക് ട്രിവാൻഡ്രത്ത് ഒരാഴ്ച അടിച്ച് കറങ്ങിയിട്ട് നമുക്ക് വരാം. അപ്പോൾ ശരി, ഇപ്പോൾ ഓക്കെയാണ്. നിങ്ങൾ വീട്ടിൽ ഉമ്മേനെ വിളിച്ച് പറയുന്നില്ലേ? വിളിച്ച് പറയും. നിങ്ങൾ ഉമ്മയ്ക്ക് വിഷമാവത്തില്ലേ? ഉമ്മേനോട് വിളിച്ച് പറ, ട്രിവാൻഡ്രത്ത് ഒരു പയ്യനെ കിട്ടി, അപ്പോൾ അവൻ്റെ കൂടെ പോകുകയാണെന്ന് വിളിച്ച് പറ. വീട്ടിൽ കയറണമെന്ന് പറയാം. അപ്പോൾ ശരി, ഓക്കെ, വീട്ടിലൊന്നും കൊണ്ടുപോകണില്ല. അപ്പോൾ നമുക്കൊരു ചായയെങ്കിലും കുടിക്കാം. ഞാൻ ചുമ്മാ ജസ്റ്റ് നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളെ മൊഞ്ചത്തിന് പോലെ ഇരുന്ന്, അതുകൊണ്ട് അത് പറയേണ്ടി വന്നതാണ്. ആണോ ഇപ്പോൾ ചായ കുടിക്കാൻ? ചായ, കോഫി എന്തെങ്കിലും കുടിക്കാം, പോവല്ലോ. ശരിക്കും മേടിച്ചല്ലോ. ഞാൻ ഇങ്ങനെ മുഞ്ചത്തിമാർക്ക് ഇങ്ങനെ ചായ മേടിച്ച് കൊടുക്കുള്ളൂ. അല്ല, നോർമലി ഗേൾസിന് മേടിച്ച് കൊടുക്കത്തില്ല. കാണാൻ നിങ്ങളെ പോലെ കൊള്ളാവുന്ന മുഞ്ചത്തിമാരല്ലേ, അവർക്ക് മാത്രമേ മേടിച്ച് കൊടുക്കൂ. ഓക്കെയാണ്, അപ്പോൾ അങ്ങോട്ട് പോവല്ലോ. ഓക്കെയാണ്.